ഡാറ്റാബേസ് ക്വറീസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടെക്നിക്സ് അപ്ലൈ ചെയ്യാറുണ്ടല്ലേ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇൻഡെക്സസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ ഒരു SQL ഇൻഡെക്സ്, എങ്ങനെയാണ് നമ്മുടെ ഒരു SQL ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, അതായത് DBയിൽ എങ്ങനെയാണ് ഈ ഒരു ഇൻഡെക്സ് സ്റ്റോർ ചെയ്യുന്നത്, ഇത് ത്രൂ എങ്ങനെയാണ് ഡാറ്റ റീട്രൈവ് ചെയ്യുന്നത്, റീട്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡെക്സസ് എന്തൊക്കെയാണ്, അതിൽ മെയിനായിട്ട് വരുന്ന ക്ലസ്റ്റേർഡും നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നമ്മുടെ ഈ ഒരു ഇൻഡെക്സ് ഓരോ ടൈപ്പ് ഇൻഡെക്സും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിനെന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, അതായത് എല്ലാ ടേബിളിലും നമുക്കിത് അപ്ലൈ ചെയ്യാവോ, എങ്ങനെയാണ് പ്രാക്ടിക്കലി എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻഡെക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അതർ ക്വറീസ് നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു ഇൻഡെപ്ത് നോളജ് കിട്ടും, ഇൻഡെക്സസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് ഇൻഡെക്സ് ചൂസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്, ഇൻഡെക്സസ് എങ്ങനെയാണ് ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നതെന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ എൻഡ് വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അത് നമുക്കൊട്ടും താമസിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇൻഡെക്സസ് എന്ന് ഫസ്റ്റ് നോക്കാം. നിങ്ങൾ ഡാറ്റ റീട്രൈവൽ പ്രോസസ് ഇല്ലേ, അതായത് നമ്മൾ സെലക്ട് ക്വറി യൂസ് ചെയ്തിട്ട് നമ്മൾ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റേനെ നമ്മൾ ആക്സസ് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു ഓപ്പറേഷനെ ഇംപ്രൂവ് ചെയ്യാൻ, അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇൻഡെക്സസ്. നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ട്രീ, ഗ്രാഫ്, ഹീപ്പ്, സ്റ്റാക്ക്, ക്യൂ എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ഡാറ്റ സ്ട്രക്ചേഴ്സും അൽഗോരിതംസും ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അതിലൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആണ് ഇൻഡെക്സും. അത് ഞാൻ ഈ വീഡിയോന്റെ നെക്സ്റ്റ് സെക്ഷനിൽ പറയും. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഡാറ്റ റീട്രൈവൽ ഓപ്പറേഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. നമ്മളൊരു ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബുക്കിന് ഏകദേശം ഒരു 1000 പേജ് ഉണ്ടെന്ന് വിചാരിച്ചോ. നമുക്ക് അതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം ഈ ബുക്കിൽ നിന്ന് റീഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ ബുക്കിന്റെ രണ്ട് സൈഡിലും നോക്കും, ഫ്രണ്ടിലും ബാക്കിലും അതിന് ഇൻഡെക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇൻഡെക്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഓരോ പേജായിട്ട് മറിച്ച് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്ക്, ഇപ്പൊ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ആവുകയാണല്ലേ. ഈ 1000 പേജുള്ള ബുക്കിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, ഇൻ കേസ് ഇൻഡെക്സ് ഇല്ലെങ്കിൽ. അപ്പൊ ഇൻഡെക്സ് നമ്മൾ ഇതിന് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു മില്യൺസ് ഓഫ് റെക്കോർഡ്സ് ഉള്ള ഒരു ടേബിളിൽ നിന്ന് നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ലോനെസ് ഉണ്ടാവും. അപ്പൊ ഈ സ്ലോനെസ് മാക്സിമം റെഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്ത് അവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ബുക്കിന്റെ ബാക്കിലുള്ള ഇൻഡെക്സ് എങ്ങനെയാണോ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് നമ്മളെ ഫാസ്റ്റ് ആയിട്ട് എത്താൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ആവശ്യമുള്ള ഡാറ്റയിലേക്ക് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇനി നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഇൻഡെക്സ് ചെക്ക് ചെയ്യാം. ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതും അതിന്റെ സ്ട്രക്ചറിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് ബേസിക്കലി 7 ടൈപ്പ് ഓഫ് ഇൻഡെക്സസ് ഉണ്ട്. ക്ലസ്റ്റേർഡ് ഇൻഡെക്സ്, നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ്, യുണീക്ക് ഇൻഡെക്സ്, കോമ്പോസിറ്റ് ഇൻഡെക്സ്, ഫുൾ ടെക്സ്റ്റ് ഇൻഡെക്സ്, ഫിൽറ്റേർഡ് ഇൻഡെക്സ് ആൻഡ് സ്പേഷ്യൽ ഇൻഡെക്സ്. ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ക്ലസ്റ്റേർഡ് ഇൻഡെക്സും നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സും ആണ്. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഈ ഫംഗ്ഷനും സ്റ്റോറേജും ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ. ഇൻഡെക്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ടേബിളിന്റെ മേലെ നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു SQL ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കണം. അതായത് സാധാരണ എല്ലാവരും പറയുന്നത് എങ്ങനെയാ, ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ അവിടെ റോസ് ആൻഡ് കോളംസ് ഫോർമാറ്റിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് നമുക്ക് ഡാറ്റാബേസസ് ഉണ്ടാവും, ഡാറ്റാബേസസിന് അതിൻ്റെ അകത്ത് ടേബിൾസ് ഉണ്ടാവും, ടേബിൾസിന്റെ അകത്ത് റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഈ പറയുന്നത് ഒരു ഹയർ ലെവൽ ഓഫ് ഡാറ്റ സ്റ്റോറേജ്, അതായത് ഒരു ലോജിക്കൽ ലെവലിൽ നിന്നിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്തു, അവിടെ 3 കോളംസ് ഉണ്ട്, എന്നിട്ട് കുറച്ച് ഡാറ്റാസ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു സെലക്ട് ക്വറി എഴുതുമ്പോഴും ഞാൻ ഈ പറഞ്ഞ ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഡാറ്റാസ് കാണാൻ. ഒരു ടേബിളിന്റെ അകത്ത് റോസ് ആൻഡ് കോളംസ് ആയിട്ടായിരിക്കും അവർ നമുക്ക് ഡാറ്റ റിസൾട്ട് തരുന്നത്. ആക്ച്വലി MySQL അല്ലെങ്കിൽ ഏതൊരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഏതൊരു ഡാറ്റാബേസ് എഞ്ചിനിലും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ റോസ് ആൻഡ് കോളംസ് ആയിട്ടല്ല. ഇപ്പോ MySQLന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഏത് ഡാറ്റാബേസ് എഞ്ചിനാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കുന്നത്. ഇപ്പം ഇതിന്റെ കേസിൽ നമുക്ക് ഡീഫാൾട്ട് ആയിട്ടുള്ളത് InnoDB ആയതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട്
എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ഫിസിക്കൽ ലെവലിലേക്ക് നോക്കുമ്പോൾ, അതായത് ഒരു ഇന്നർ ലെവലിലേക്ക് വരുന്ന സമയത്ത് റോസ് ആൻഡ് കോളംസ് ആയിട്ടല്ല, ഫയൽസും പേജസും ഇൻഡെക്സസും ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയാലേ ഇൻഡെക്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അപ്പൊ നമുക്കൊരു ഫിസിക്കൽ ലെവൽ ഓഫ് ഡാറ്റ സ്റ്റോറേജ് InnoDB യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് MySQL ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. ഇനി വേറൊരു ഡാറ്റാബേസ് എഞ്ചിൻ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു കുറച്ച് ഡിഫറൻസ് വരും കേട്ടോ. ഡീഫാൾട്ട് എഞ്ചിൻ InnoDB ആയതുകൊണ്ടാണ് നമ്മളത് സെലക്ട് ചെയ്തത്. അപ്പൊ MySQL എങ്ങനെയാണ് ഫിസിക്കലി നമ്മളൊരു ഡിസ്കിൽ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നോക്കാം. ഞാനിതൊരു ഇൻഡെപ്ത് ആയിട്ടല്ല കേട്ടോ, നമുക്ക് ആവശ്യമുള്ള കോമ്പോണൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. അല്ലെങ്കിൽ ഒരു വീഡിയോ ലെങ്തി വീഡിയോ ആയിപ്പോവും. എല്ലാ കോമ്പോണൻസിനെയും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഫിസിക്കൽ സ്റ്റോറേജിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പൊ നമ്മളൊരു ടേബിള് ഈ ഒരു ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്യാൻ പോകുമ്പം അവിടെ നമ്മളത് ആ ഒരു ഡാറ്റാബേസ് എഞ്ചിന്റെ, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് InnoDB ആണല്ലോ, അപ്പൊ അതിന്റെ InnoDBന്റെ ടേബിൾ സ്പേസിലേക്കാണ് ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന്. ഒന്നുകിൽ നമുക്ക് സെപ്പറേറ്റ് ഫയലായിട്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെയിം ഫയൽ ഒരു ഷെയർഡ് ഫയൽസിൽ എല്ലാ ടേബിളിന്റെയും ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം. ഇപ്പം അത് InnoDBയിലെ ഒരു സെറ്റിംഗ്സ് ഉണ്ട്, InnoDB ഫയൽ പെർ ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാം നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്, സെറ്റിംഗ്സ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു എംപ്ലോയി ടേബിൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു ഫയലിലാണ്. ഇനി ഒരു ടേബിൾ സ്പേസിന്റെ മെയിൻ കോമ്പോണൻസ് നോക്കിയാൽ ഡാറ്റ പേജസ്, ലോഗ്സ് ഫയൽസ്, അതുപോലെ തന്നെ മെറ്റ ഡാറ്റ, ബഫേഴ്സ്, ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഇതിൽ അഗെയിൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഡാറ്റ പേജ് കോമ്പോണന്റിലാണ്. നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഫയലിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഓരോ റെക്കോർഡ്സും സേവ് ചെയ്യുന്നത് ഈ ഒരു ഡാറ്റ പേജസിലാണ്. ഡാറ്റ പേജസ് ആണ് ഈ ഫിസിക്കൽ സ്റ്റോറേജിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ബ്ലോക്ക്. അപ് ടു 60 KB വരെയാണ് നമുക്ക് ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുക. അതിപ്പം SQL എനിക്ക് തോന്നുന്നത് 8 KB ആണ് കേട്ടോ. നമ്മൾ InnoDBന്റെ കേസ്, അതായത് MySQLന്റെ കേസ് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് 60 KB വരെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു നമ്മൾ പറഞ്ഞു ഫയൽ ക്രിയേറ്റ് ചെയ്തു, അതിൽ ഡാറ്റ പേജ് ഉണ്ട്, ഡാറ്റ പേജിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന്. ഇനി ഡാറ്റ പേജിനും മൾട്ടിപ്പിൾ സെക്ഷൻ ഉണ്ട്, അതായത് അതിനൊരു ഹെഡർ ഉണ്ടാവും, നമ്മൾ സേവ് ചെയ്യാൻ പോകുന്ന ആക്ച്വൽ റോസ് ഉണ്ട്, പിന്നെ ഒരു ഫ്രീ സ്പേസ് ഉണ്ടാവും. അതായത് ഇങ്ങനെ ഡൈനാമിക്കലി റോസ് ഇൻസേർട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു സ്പേസിലേക്ക് റോ ബൈ റോ ആയിട്ട് ഡാറ്റ ആഡ് ചെയ്യുന്നത്. ഫൈനലി അതിനൊരു ഓഫ്സെറ്റ് ഉണ്ട്. ഈ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്വിക്ക് ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു പോയിന്റർ പോലെയാണ്, ആക്ച്വൽ ടേബിൾ റോയിലേക്കുള്ള ഒരു പോയിന്റർ ആണ്. പേജ് ഹെഡറിലായിരിക്കും നമ്മുടെ ഒരു ടേബിൾ സ്പേസിന്റെ ID, അതുപോലെ തന്നെ കറന്റ് പേജ്, ഡാറ്റാ പേജ് നമ്പർ, പ്രീവിയസ് പേജിലേക്കുള്ള ID, നെക്സ്റ്റ് പേജിലേക്കുള്ള ID, ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇതൊരു ലിങ്ക്ഡ് ലിസ്റ്റ് പോലെയാണ്. ഇനി എല്ലാ ഡാറ്റയും നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ഡാറ്റാ പേജിലായിരിക്കില്ല. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന് 60 KB മാത്രമേ സൈസ് ഉള്ളൂ. അപ്പം നമ്മുടെ കയ്യിലുള്ള ഡാറ്റയിനനുസരിച്ചിട്ട് ഈ ഒരു പേജ് സ്പ്ലിറ്റ് ആവും. അതായത് ഫസ്റ്റ് ഒരു ഡാറ്റാ പേജ് ക്രിയേറ്റ് ആവും, അതിലേക്ക് റെക്കോർഡ്സ് ഇൻസേർട്ട് ആവും. ഈ ഒരു പേജിൽ കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് എഗെയിൻ സെയിം സ്ട്രക്ചർ തന്നെ, ഹെഡർ, ഫ്രീ സ്പേസ്, ഡാറ്റാ സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെ, അവിടേക്ക് ഡാറ്റ ഇൻസേർട്ട് ആവും. അങ്ങനെ ഒരു എക്സ്റ്റെൻഡ്, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആവും. അതിൽ മാക്സിമം 64 പേജസ് ഉണ്ടാവും. ഇങ്ങനെ 64 പേജസിന്റെ മൾട്ടിപ്പിൾ എക്സ്റ്റെൻഡുകളും ക്രിയേറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയല്ലോ. അതായത് ഒരു ഫയൽ ഉണ്ട്, ഡാറ്റ പേജസ് ഉണ്ട്, പേജസിന്റെ അകത്താണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി ഒരു ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയി ടേബിള് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. സപ്പോസ് നമുക്ക് മൊത്തം 7 റെക്കോർഡ്സ് ആണ് ഇൻസേർട്ട് ചെയ്തതെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ റാൻഡംലി ഇൻസേർട്ട് ചെയ്യുക ചെയ്തത്. അതായത് ഒരു ഐഡിനെ ബേസ് ചെയ്തിട്ടൊന്നും അല്ല ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഒരു ഇൻഡെക്സ് ഒന്നും ഇല്ല. നമ്മൾ ഇൻഡെക്സ് ഇല്ലാത്ത കാര്യമാണല്ലോ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണോ നമ്മൾ ഇൻസേർട്ട് ചെയ്തത് ആ ഫോർമാറ്റിൽ തന്നെ ഡാറ്റാ പേജിലേക്ക് ഡാറ്റ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് 2, 4, 5, 6 എന്ന് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് പേജിൽ കയറി. അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് ഓഫ് എംപ്ലോയി ID രണ്ടാമത്തെ പേജിൽ കയറി. അപ്പൊ ഒരു ഡാറ്റ പേജസ് ഇപ്പോൾ ഇത്രയും റെക്കോർഡ്സ് ഉള്ളതുകൊണ്ട് സിംഗിൾ പേജിൽ വരാത്തതുകൊണ്ട് മൾട്ടിപ്പിൾ പേജസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പേജ് ഹെഡർ ഒക്കെ നോക്കിയാൽ അറിയാം ഇത് തമ്മിൽ ലിങ്ക്ഡ് ആണ്. ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ഇൻഡെക്സ് ഒന്നുമില്ല. അപ്പൊ നമ്മളൊരു ക്വറി എഴുതുവാണ്, എനിക്ക് എന്താ പറയുക എംപ്ലോയി ID 1 ആയിട്ടുള്ള എംപ്ലോയിന്റെ ഡീറ്റെയിൽസ് ഈ ടേബിളിൽ നിന്ന് ഫെച്ച് ചെയ്യണം. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഈ ഡാറ്റാബേസ് എഞ്ചിൻ എന്ത് ചെയ്യും, അതായത് MySQL ഓരോ പേജും എടുത്ത് അതിൽ ഓരോ റെക്കോർഡും സെലക്ട് ചെയ്യണം. ഈ ഒരു പർട്ടിക്കുലർ എംപ്ലോയിന്റെ ID എത്രയാണ്, അത് 1 ആണോ അല്ല, അടുത്ത റോയിലേക്ക് പോകും. അതിനെ പിന്നെയും ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്ത് ഫസ്റ്റ് പേജിൽ നമുക്ക് കിട്ടുന്നില്ല, രണ്ടാമത്തെ പേജിലേക്ക് വന്നു, എഗെയിൻ റോ ബൈ റോ ആയിട്ട് ചെക്ക് ചെയ്യും.
ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫുൾ ടേബിൾ സ്കാൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു ഇഷ്യൂ ആണ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പിന്നെ വലിയ ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് 5, 6, 7 റെക്കോർഡ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് തോന്നൂല. പക്ഷെ ഇൻ റിയലില് മില്യൺസ് ഓഫ് റെക്കോർഡ്സ് ഉള്ളപ്പം ഈ ഒരു റോ അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടായിട്ടുള്ള, എത്ര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ മില്യൺ റെക്കോർഡ്സ് കൂടെയും പാസ് ചെയ്യേണ്ടി വരും ചിലപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ എംപ്ലോയിനെ കിട്ടാൻ. കാരണം ഇവിടെ ഒരു ഓർഡറോ ഇൻഡെക്സോ ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഇൻഡെക്സ് ഒന്നും ഇല്ലാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു എൻറ്റയർ ടേബിളിനെ, ഫുൾ ടേബിളിനെ നമ്മൾ എന്താ പറയാ സ്കാൻ ചെയ്യേണ്ട വരും നമ്മുടെ റെക്കോർഡ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെയാണ് ഫുൾ ടേബിൾ സ്കാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡെക്സ് ഇല്ലാതെ വരുമ്പോൾ ഉള്ള ഇഷ്യൂ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇപ്പൊ റിയൽ ലൈഫിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കയ്യിൽ ഒരു ഷെൽഫ് ഉണ്ട്. ആ ഷെൽഫിലേക്ക് നമ്മൾ ഫയൽ ഇങ്ങനെ എടുത്തു വെക്കുവാണ്. ഓക്കെ, ഒരു റാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിങ്ങനെ ഒരു ഓർഡറും ഇല്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ ഫയലും എടുത്തിടുവാണ്. അപ്പൊ ഇടാൻ എളുപ്പമായിരിക്കും, അതായത് പെട്ടെന്ന് ഇട്ടാൽ മതി. പക്ഷെ ഒരു ദിവസം നമുക്കൊരു ഫയൽ വേണ്ടി വരുമ്പോൾ നമുക്കിതൊരു ഓർഡർ ഒന്നും ഇല്ല, പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ലാത്ത റാക്കായതുകൊണ്ട് നമ്മൾ എല്ലാ ഫയലും എടുത്ത് നോക്കേണ്ടി വരും. ആ ഒരു ഫയൽ കിട്ടുക. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരുടെ കയ്യിൽ ഈ ഓരോ ഡോക്യുമെന്റ്സ് എടുത്തു വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ നമ്മുടെ ഷെൽഫിലൊക്കെ. ഏതെങ്കിലും ഒരു ഇപ്പൊ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞാൽ അവർ ആ മൊത്തവും പേപ്പർ എടുത്തിട്ടിട്ട് അതിൽ നിന്ന് തപ്പൂലേ, അത് തന്നെ കാര്യം. അപ്പൊ ഇതാണ് ടെക്നിക്കലി ഫുൾ ടേബിൾ സ്കാൻ എന്ന് പറയുന്നത്. ഇനി എപ്പോഴും നിങ്ങൾക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവിടെയും ഞാൻ നോ എന്നാണ് പറയുക. നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ചാണ് നിങ്ങൾ ഒരു ഇൻഡെക്സ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞ കേസ് തന്നെ, നമുക്ക് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റാക്കിലേക്ക് ഫയൽ വെക്കാൻ എളുപ്പമായിരുന്നു. അതേപോലെ നമുക്ക് എപ്പോഴും അക്സസ് ചെയ്യാത്ത ഒരു ടേബിൾ ആണ്, നമ്മളൊരു ടെമ്പററി ടേബിൾ ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഇൻഡെക്സിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഡാറ്റ അതിനകത്ത് കിട്ടാൻ മാത്രം മതി. ഫ്രീക്വന്റ്ലി ഫെച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻഡെക്സും ക്രിയേറ്റ് ആവേണ്ട ആവശ്യമില്ല. ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ വെക്കുക. ഇനി അല്ല, എനിക്ക് ഫ്രീക്വന്റ്ലി അക്സസ് ചെയ്യുന്ന ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കുറെ ടൈപ്പ് ഓഫ് ഇൻഡെക്സസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോന്നിന്റെയും പർപ്പസ് മനസ്സിലാക്കി, അതായത് എല്ലാ ഇൻഡെക്സും ചിലപ്പോൾ റീട്രൈവിന് വേണ്ടിയിട്ടല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ ഡാറ്റ മാനിപ്പുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഡെക്സ് ഉണ്ട്. ചിലപ്പോൾ ഡാറ്റ റീട്രൈവലിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡെക്സ് മാനിപ്പുലേഷനെ അഫക്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്ഡേഷനെയും ഡിലീറ്റിനും ഒക്കെ എങ്ങനെയാണ് ഇൻഡെക്സ് അഫക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ടൈപ്പ് ഓഫ് ഇൻഡെക്സ് എടുത്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം കൂടെ നിങ്ങൾക്ക് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഈ ഒരു ഫുൾ ടേബിൾ സ്കാൻ എന്ന് പറഞ്ഞ ഇഷ്യൂസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇൻഡെക്സ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഇൻഡെക്സിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ഡിസ്കസ് ചെയ്യാം. ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആണ് നമ്മുടെ ആ ഒരു ടേബിളിലെ ഫിസിക്കൽ ഓർഡറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് റോസ് എങ്ങനെയാണ് ഓർഡർ ചെയ്ത് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എംപ്ലോയി ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിനെയാണ് ഈ ഒരു ക്ലസ്റ്റർ ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിളിൽ ഈ ഒരു ഐ ഡിന്റെ അസെൻഡിങ് ഓർഡറിലായിരിക്കും. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡാറ്റ പേജസ് ആയിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന്. ഓരോ പേജിലും ഈ ഒരു എംപ്ലോയി ഐ ഡിന്റെ അസെൻഡിങ് ഓർഡറിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് പേജിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് റെക്കോർഡ് ഏറ്റവും ഫസ്റ്റ് നമ്പർ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് റെക്കോർഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് എംപ്ലോയി ഐ ഡി ഉള്ള എംപ്ലോയിനെ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഒരു ഫിസിക്കൽ ഓർഡർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു ക്ലസ്റ്റർ ഇൻഡെക്സ് ആയിരിക്കും. പിന്നെ ഒരു ടേബിളിന് ഒരു ക്ലസ്റ്റർ ഇൻഡെക്സ് ഉണ്ടാവുള്ളൂ. അത് നമുക്കറിയാലോ. ഏതെങ്കിലും ഒരു ഇത് വെച്ച് ക്രൈറ്റീരിയ വെച്ചിട്ടല്ലേ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ കോളത്തിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ക്ലസ്റ്റർ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യും. അത് ഞാൻ കോമ്പോസിറ്റ് ഇൻഡെക്സ് ആണ് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നമുക്കിപ്പോൾ ഒരു കോളം വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ എംപ്ലോയി ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള കോളം ബേസ് ചെയ്തിട്ടാണ് ക്ലസ്റ്റർ ഇൻഡെക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടേബിളിന്റെ ഡാറ്റ അതിനനുസരിച്ച് റീഓർഡർ ആവും. അതായത് ഫിസിക്കലി ഈ ഒരു ഓർഡറിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക ഡാറ്റ പേജസിൽ. അതിന്റെ കൂടെ തന്നെ ഇവിടെ ബി ട്രീ ബിൽഡ് ചെയ്യും. ഇനി ബി ട്രീ എന്താന്ന് ചോദിച്ചാൽ ഇതൊരു ഹൈറാർക്കിക്കൽ ഓർഡർ ആണ്. നിങ്ങൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ആണ് ഇത് സ്റ്റോർ ചെയ്യുന്നതെന്ന്. അപ്പം ട്രീ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ബേസിക്കലി ഒരു ട്രീയിൽ എന്തൊക്കെ നോട്ട്സ് ഉണ്ടാവുക, ഒരേ ഒരു റൂട്ട് നോഡ് ഉണ്ടാവും. അത് അതിന്റെ ടോപ്പ് മോസ്റ്റ് ലെവൽ ആയിരിക്കും. പിന്നെ ഇന്റേണൽ നോട്ട്സ് ഉണ്ടാവും. ഇന്റർമീഡിയറ്റ് നോട്ട്സ് അതിനെ നമ്മൾ ഇതിന്റെ കേസിലാണെങ്കിൽ ഇൻഡെക്സ് പേജസ് എന്ന് പറയും. ലീഫ് നോട്ട്സിലാണ് നമ്മുടെ ആക്ച്വൽ ഡാറ്റാസ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ബോട്ടം ലെയറിലുള്ള ഏറ്റവും താഴെയുള്ള ലെയറിലുള്ള നോട്ട്സിനെയാണ് നമ്മൾ
എന്ത് പറയുന്നത്, ലീഫ് നോഡ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ആക്ച്വൽ ഡാറ്റ അതായത് നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റനെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ബോട്ടം നോഡ്സിൽ, അതായത് ലീഫ് നോഡ്സിൽ. അപ്പൊ ഡാറ്റാ പേജസ് എവിടെയായിരിക്കും ഉണ്ടാവുക, ഈ ഒരു ലീഫ് നോഡ്സിലായിരിക്കും. ഇനി ഇന്റർമീഡിയറ്റ് നോഡ്സിന് നമ്മൾ ഇൻഡെക്സ് പേജസ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ റൂട്ട് നോട്ട്സിലും അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് നോട്ട്സിലാണെങ്കിലും ക്ലസ്റ്റർ ഐ ഡി, അതായത് നമ്മുടെ പ്രൈമറി കീ വാല്യൂസും പേജ് ഐ ഡിസും ആയിരിക്കും ഉണ്ടാവുക. അതായത് പോയിന്റേഴ്സ് ആണ്. അവിടെ ആക്ച്വൽ ഡാറ്റ അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ നെക്സ്റ്റ് പേജിലേക്കുള്ള പോയിന്റേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെ ഫൈനലി നമുക്ക് ഡാറ്റ കിട്ടുന്നത് ഈ ഒരു ഡാറ്റ പേജസിൽ നിന്നായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു കസ്റ്റമർ ഐ ഡി 7 സെർച്ച് ചെയ്യുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ റൂട്ട് നോഡിൽ നിന്നാണല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് നോഡിൽ ഒരു പേജ് നമ്പറിന്റെ റെഫറൻസ് ഉണ്ട്, അതായത് 1000 പേജിലേക്കുള്ള ഒരു പോയിന്ററും ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു റേഞ്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റേഞ്ചിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ലസ്റ്റർ ഐ ഡി 1 തൊട്ട് 10 വരെയുള്ളതാണെങ്കിൽ ലെഫ്റ്റിലേക്കുള്ള പേജ് നമ്പർ 1001 പോയിന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എബവ് ആണെങ്കിൽ 1002 അപ്പൊ നമ്മൾ 7 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ലെഫ്റ്റിലേക്കാണ് വരേണ്ടത്. ഇനി 1 തൊട്ട് 5 വരെ 1005 എന്ന് പറഞ്ഞ പേജിലേക്കും, 5 തൊട്ട് നെക്സ്റ്റ് ഗ്രേറ്റർ അപ് ടു 10 വരെ 1006 എന്ന് പറഞ്ഞ പേജിലേക്കുമാണ്. അപ്പൊ നമ്മൾ 7 ആണ്, അതായത് ഈ ഒരു കസ്റ്റമർ ഐ ഡി 7നെയാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ റൈറ്റിലേക്ക് പോകണം. അങ്ങനെ റൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ഡാറ്റന്റെ ക്ലസ്റ്റർ ആണ് നമുക്കുള്ള. ആ ക്ലസ്റ്ററിൽ നമുക്ക് ആവശ്യമുള്ള കസ്റ്റമറിനെ ഫെച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരു എൻറ്റയർ ടേബിൾ സ്കാൻ ചെയ്തില്ല, ഈ ഒരു 3 ട്രീ ട്രാവേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ആവശ്യമുള്ള റെക്കോർഡിലേക്ക് എത്തി. അപ്പൊ ഇതാണ് ഇൻഡെക്സിന്റെ ബെനിഫിറ്റ്. മറ്റേത് നമ്മൾ ഇപ്പൊ ഈ ടേബിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം നമ്മൾ 14 റെക്കോർഡ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ 14 റെക്കോർഡ്സിലും ട്രാവൽ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് നോഡിൽ നിന്ന് സെക്കൻഡ് നോഡിലേക്ക്, സെക്കൻഡ് നോഡിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ആവശ്യമുള്ള ക്ലസ്റ്ററിലേക്ക് എത്തി ക്ലസ്റ്ററിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ക്ലസ്റ്റർ ഇൻഡെക്സ്. ഇനി നമുക്ക് നോൺ ക്ലസ്റ്റർ ഇൻഡെക്സ് എന്താ നോക്കാം. ക്ലസ്റ്റേർഡ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, അവിടെ ഒരു ബി ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ബി ട്രീന്റെ ലീഫ് നോഡ്സിലാണ് നമ്മൾ ആക്ച്വൽ ഡാറ്റ, അതായത് നമ്മുടെ ഡാറ്റ പേജസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഇൻഡെക്സ് പേജിന്റെയും നെക്സ്റ്റ് ഇൻഡെക്സ് പേജിലേക്കുള്ള പോയിന്റർ ആയിരിക്കും. ഫൈനൽ ഇൻഡെക്സ് പേജ് പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഡാറ്റ പേജസിലേക്കായിരിക്കും. ഡാറ്റ പേജസിൽ ഒരു ക്ലസ്റ്റർ ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ ഉണ്ട് ഇൻഡെക്സിന് ബേസ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സിലേക്ക് വരുമ്പം ഇവിടെയും എഗെയിൻ ഒരു ബി ട്രീ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബി ട്രീ നമ്മുടെ ആക്ച്വൽ ഡാറ്റയായിട്ട് ഒരു ബന്ധവും ഇല്ല. അതായത് ബി ട്രീ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ആക്ച്വൽ ടേബിൾ അല്ലെങ്കിൽ ഡാറ്റ പേജസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ബി ട്രീയിൽ റൂട്ട് നോഡും ഇൻഡെക്സ് പേജസും അതുപോലെ തന്നെ ഒരു റോ ലൊക്കേറ്റർ കോൺസെപ്റ്റും ഉണ്ട്. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്. റോ ലൊക്കേറ്റർ, റോ പോയിന്റർ എന്നൊക്കെ പറയും കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ എംപ്ലോയി ടേബിൾ തന്നെ എടുക്കാം. അവിടെ നമ്മൾ ഇൻഡെക്സ്, നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തത് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിനാണെന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ഒരു ഫസ്റ്റ് നമ്മൾ നെയിമുകളെല്ലാം നെയിമിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഇൻഡെക്സ് ചെയ്യുന്നത്. നെയിം സേവ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ക്ലസ്റ്ററിലേക്കല്ല പോയിന്റ് ചെയ്യുന്നത്, അവിടെ ഒരു റോ പോയിന്റർ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ ആക്ച്വൽ ഡാറ്റ പേജസിലെ ആ ഓരോ റോയിലേക്കുമുള്ള, അതായത് ഇപ്പം അനു എന്ന് പറഞ്ഞിട്ടൊരു നെയിം ഉണ്ടെങ്കിൽ അനു ഇത് എവിടെയാണോ, അനുവിന്റെ പ്രൈമറി കീയും കൂടെ, ഇപ്പൊ ഇന്നോഡിബിന്റെ കേസിൽ പ്രൈമറി കീ ആയിരിക്കും, വേറെ എൻജിന്റെ കേസിലാണെങ്കിൽ അവിടെ ഫിസിക്കൽ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ കേസിൽ ആ പ്രൈമറി കീ വാല്യൂ എപ്പോഴും ടേബിളിന്റെ യുണീക്ക് ആയിട്ട് റോയിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ബേസിക്സിൽ പഠിച്ചിട്ടില്ലേ. അപ്പം ഓരോ റോയ്ക്കും ഡെഫിനറ്റ് ആയിട്ടും ഓരോ നെയിമിനും ഡെഫിനറ്റ് ആയിട്ടും ഒരു യുണീക്ക് പ്രൈമറി കീ വാല്യൂ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു പ്രൈമറി കീ വാല്യൂവും കൂടെ സ്റ്റോർ ചെയ്യും. അപ്പൊ എന്താ, ഈ പ്രൈമറി കീ അതൊരു റോ പോയിന്റർ ആണ്. നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ പോയിന്റേഴ്സ് പഠിച്ചിട്ടില്ലേ, റെഫറൻസ് പോയിന്റേഴ്സ്. ഈ പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ആക്ച്വൽ പേജിലെ ഈ ഒരു റെക്കോർഡിലേക്കായിരിക്കും. അപ്പം ഈ ഒരു ക്ലസ്റ്റേർഡ് നെയിം ഇൻഡെക്സ് ചെയ്തിട്ട് വരുന്ന നെയിമിൽ നിന്ന് നമുക്ക് അതിന്റെ പർട്ടിക്കുലർ റോ പോയിന്റർ എടുത്ത് റോ പോയിന്റർ കൊണ്ടുപോയി ഡാറ്റ പേജസിൽ നിന്ന് ഈ ഒരു എംപ്ലോയിന്റെ നെയിം ബേസിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ ഒരു നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് ബി ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടത്, നമ്മുടെ ഡാറ്റേന്റെ ഫിസിക്കൽ ഓർഡറിനെ ഇത് ഒരു അഫക്റ്റും ചെയ്യുന്നില്ല.
ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, നമ്മളൊരു കോളം ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫിസിക്കലി അത് അസെൻഡിങ് ഓർഡറിൽ നമ്മുടെ എൻ്റയർ ഡാറ്റനെ റീഅറേഞ്ച് ചെയ്യും. എന്തെങ്കിലും ഒരു അപ്ഡേറ്റും ഡിലീറ്റും ഒക്കെ വരുമ്പോഴും ഈ റീഅറേഞ്ച്മെന്റ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ഒന്നും കൂടെ ഫാസ്റ്റർ ആണ്. കാരണം ഇവിടെ ഒരു ഡാറ്റയിലൊന്നും പറ്റില്ല. അവിടെ ഇപ്പൊ നെയിമിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു അൺഓർഡേഡ് നെയിമിന്റെ ഡാറ്റാ പേജസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ പ്രൈമറി കീനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാ പേജസ് ഉണ്ടാവും. ഇവിടെ സെപ്പറേറ്റ് ബി ട്രീ ക്രിയേറ്റ് ചെയ്യും. ബി ട്രീയിൽ ഇൻഡെക്സ് പേജസും ഇന്റർമീഡിയറ്റ് നോട്ട്സും ഉണ്ടാവും. അതിന്റെ ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റ ആയിരിക്കില്ല, റോ പോയിന്റേഴ്സ് ആയിരിക്കും. പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ആക്ച്വൽ ഡാറ്റയിലേക്കായിരിക്കും. ഇപ്പൊ ഇതാണ് ഒരു കംപ്ലീറ്റ് ബി ട്രീ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ റൂട്ട് നോഡ്സ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് നോഡ്സ് ഉണ്ട്, ഫൈനൽ നോഡ് നിങ്ങൾ നോക്കിയാൽ കാണാം. ഇവിടെ നെയിമും നെയിമിൽ നിന്ന് ഒരു പോയിന്ററും ഉണ്ട്. പോയിന്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, നമ്മുടെ ആക്ച്വൽ ഡാറ്റയിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഒരു നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ തന്നെ എവിടെയൊക്കെ ഇത് യൂസ് ചെയ്യണം, ഇതിൽ ഏതാണ് ഫാസ്റ്റ് ഏതാണ് സ്ലോ, ഏതൊക്കെ സാഹചര്യത്തിൽ ഏത് യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാതിരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡിഫറൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബുക്കിന് 2 ടൈപ്പ് ഇൻഡെക്സ് ഉണ്ടാവൂലേ. ഒന്ന് നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ടേബിൾ ഓഫ് കണ്ടന്റും പിന്നെ ബാക്കിൽ നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ കാണുന്ന ഒരു ഇൻഡെക്സ് ഉണ്ടാവും. അപ്പം ഈ ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന ടേബിൾ ഓഫ് കണ്ടന്റ് ആണ് നമ്മുടെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ്. അതായത് ആ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും നമ്മുടെ ബുക്കിന്റെ ചാപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ 5 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ആ 5 ചാപ്റ്റേഴ്സ് സെയിം ഓർഡറിലായിരിക്കും ബുക്കിന്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓരോ ചാപ്റ്ററിന്റെയും പേജ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിന് സ്പെസിഫിക് ആയിട്ട് ഓരോ ടോപ്പിക്കും ആ ചാപ്റ്ററിൽ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ പേജ് നമ്പർ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഒരു ക്ലസ്റ്റർ പോലെയാണ്, ആ ഒരു ചാപ്റ്ററിലേക്കുള്ള പോയിന്റേഴ്സ് ആണ്. ഇനി നമ്മൾ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ബുക്കിന്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ഇൻഡെക്സ് ആണ്. അതായത് അവിടെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. ആ ഒരു ഓർഡറിലല്ല ആക്ച്വലി ഈ ബുക്കിന്റെ കണ്ടന്റ് ഉള്ളത്. ബുക്കിന്റെ കണ്ടന്റ് ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുവാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഇതിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എം എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ അണ്ടറിൽ മെഷീൻ ലേണിംഗ് കിട്ടും. ആ പേജ് നമ്പർ എടുത്തിട്ട് നമ്മൾ ബുക്കിന്റെ താഴ് മറിച്ച് ആ ഒരു പേജ് ലൊക്കേറ്റ് ചെയ്യും. അപ്പം ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ടേബിൾ ഓഫ് കണ്ടന്റിന്റെ ബേയിലാണ് നമ്മൾ ബുക്കിന്റെ ചാപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ബുക്കിന്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടല്ല ഈ ബുക്ക് ഉള്ളത്. അത് നമുക്ക് എന്താ പറയാ ലൊക്കേറ്റ് ചെയ്യാം. ടോപ്പിക്സ് വൈസ് നമുക്ക് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഈ ഒരു പേജ് നമ്പർ കിട്ടുന്നത് ഈ ബാക്ക് ഇൻഡെക്സിൽ നിന്നായിരിക്കും അല്ലെ. അവിടെ ടോപ്പിക് വൈസ് അതായത് കീവേഡ് വൈസ് നമുക്ക് ഒരു ഡീറ്റെയിൽസ് കിട്ടും. അതിൽ നിന്ന് ആ ഒരു പേജ് നമ്പർ വെച്ച് നമുക്ക് ഈ ഓരോ ടോപ്പിക്കും സ്പെസിഫിക്കലി ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ 2 ഇൻഡെക്സ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ് ചെക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് റീഅറേഞ്ച് ചെയ്യും നമ്മുടെ ടേബിൾ റോസിനെ. അതായത് ക്ലസ്റ്റേർഡ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആക്ച്വൽ റോസിനെ അല്ലെങ്കിൽ ഡാറ്റാബേസിനെ റെക്കോർഡ്സിനെ സോർട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് അവിടെ സെപ്പറേറ്റ് ബേസ് ട്രീ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് റോ പോയിന്റേഴ്സ് ആണ് ആക്ച്വൽ ഡാറ്റാബേസിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ടേബിളിലെ മെയിൻ ഇൻഡെക്സ്. അതായത് ഈ എൻ്റയർ ഡാറ്റന്റെ ആ ഒരു ഓർഡറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആണ്. ഇനി നമ്പർ ഓഫ് ഇൻഡെക്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ഡെഫിനറ്റ് ആയിട്ടും ഒരു ടേബിളിൽ ഒരു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിൽ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ കോളംസ് നമുക്ക് കോമ്പോസിറ്റ് ആയിട്ട് ഒരു ക്ലസ്റ്റർ ഇൻഡെക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് കാണാം. അതായത് ഏറ്റവും ബേസിക്കലി ഒരു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ഒരു ടേബിളിന് കാണുള്ളൂ. കാരണം ഇതാണ് ഫിസിക്കലി ഒരു ഡാറ്റന്റെ ഓർഡർ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ. എന്നാൽ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് നമുക്ക് മൾട്ടിപ്പിൾ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഇത് ടേബിളിന്റെ പാർട്ട് അല്ല, ഇതൊരു സെപ്പറേറ്റ് ടി സ്ട്രക്ചർ ആണ്, ഇവിടേക്ക് പോയിന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സസ് ഒരു ടേബിളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പെർഫോമൻസ് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡും റൈറ്റും അതായത് ഇൻസെർട്ടും അപ്ഡേറ്റും ഓപ്പറേഷൻസ് ഉണ്ടല്ലേ. അതിൽ റീഡ് ഓപ്പറേഷൻ അതായത് നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഫെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിരിക്കും ഫാസ്റ്റർ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആ ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടേബിളിൽ ഡാറ്റ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു അസെൻഡിങ് ഓർഡറിലാണ്. അപ്പൊ എന്താ അതൊരു ബി ട്രീന്റെ പാർട്ടാണ്. ക്ലസ്റ്റേർഡ് ഇൻഡെക്സിന്റെ ആ ഒരു ബി ട്രീന്റെ പാർട്ടാണ് ഡാറ്റ. അതിന്റെ ലീഫ് നോഡിലാണ് നമ്മൾ ഡാറ്റ പേജസ് സെറ്റ്
ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് നോക്കുവാണെങ്കിലോ അവിടെ ഒരു എക്സ്ട്രാ ലുക്കപ്പ് വേണം അല്ലെ. അതായത് ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് പേജസ് ത്രൂ നമുക്ക് ഡാറ്റ പോയിന്റേഴ്സ് കിട്ടും. ഡാറ്റ പോയിന്റേഴ്സിൽ നിന്ന് എഗെയിൻ നമ്മൾ ഡാറ്റ പേജസിൽ പോയിട്ട് വേണം. അതൊരു സെപ്പറേറ്റ് പാർട്ടാണ്. ഈ ഡാറ്റ സ്ട്രക്ചറും ഡാറ്റ പേജസും ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ട്രീ കൂടെ നാവിഗേറ്റ് ചെയ്ത് പോയിന്റേഴ്സിൽ നിന്ന് വേണം നമുക്ക് ഡാറ്റ പേജസിലേക്ക് വരാൻ. സോ കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ളത് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആണ്. ഇനി നമ്മൾ റൈറ്റ് ഓപ്പറേഷൻ അതായത് ഇൻസേർട്ടിലേക്ക് വരുമ്പോൾ ഇത് തിരിയും. അതായത് ഇവിടെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ഇൻസേർട്ടിന്റെയും അപ്ഡേറ്റിന്റെയും കേസിൽ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിരിക്കും സ്ലോവർ. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലസ്റ്റേർഡ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടേബിളിന്റെ റെക്കോർഡ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡാറ്റാ പേജസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ പുതിയൊരു ഇൻസേർട്ടോ അപ്ഡേറ്റോ വരുമ്പം ഈ ഒരു ഓർഡറിൽ മാറ്റം വന്നാൽ എൻറ്റയർ ടേബിൾ നമ്മൾ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഫിസിക്കൽ ഓർഡറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയതുകൊണ്ട് ഇൻസേർട്ട് ഓപ്പറേഷൻ സ്ലോവർ ആയിരിക്കും. എഗിൻ അപ്ഡേറ്റ് റൈറ്റ് ഓപ്പറേഷൻ സ്ലോവർ ആയിരിക്കും. എന്നാൽ ഇവിടെ ഫാസ്റ്റർ ആയിരിക്കും. നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സിന്റെ കേസിൽ ഫാസ്റ്റർ ആണ്. കാരണം എന്താ, ടേബിൾ റീഓർഡറിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബി ട്രീയിലെ ഇൻഡെക്സസ് ചേഞ്ച് ഒരു പുതിയൊരു പോയിന്ററും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇനി ഇത് രണ്ടും അല്ലാതെ, അതായത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്, ഇൻഡെക്സ് ഇല്ലാത്ത ഒരു കേസ് ആണെങ്കിൽ അവിടെ ഈസിലി റൈറ്റിംഗ് ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു ഓർഡറും ഇല്ലാത്ത ഒരു ഷെൽഫിലേക്ക് കൊണ്ടുപോയി ബുക്ക് വെക്കുന്നതാണ് ഓർഡർ ഉള്ള കേസിൽ അതിന്റെ കറക്റ്റ് ആ ഒരു പ്ലേസ് കണ്ടുപിടിച്ച് പ്ലേസ് ചെയ്യുന്നതിനേക്കാൾ ഈസി. അതിന് നമ്മൾ ഹീപ്പ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതായത് ഒരു ഓർഡറും ഇല്ലാതെ ഒരു ഇൻഡെക്സും ഇല്ലാത്ത ടേബിളിനെ നമ്മൾ ഹീപ്പ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അപ്പൊ അത് റൈറ്റ് ഓപ്പറേഷൻ ഈസിയാണ്, എഗൈൻ അവിടെ റീഡ് ഓപ്പറേഷൻ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെരി ലെസ് നമ്പർ ഓഫ് റെക്കോർഡ്സ് ആണ്. ഇൻ കേസ് നിങ്ങളുടെ ഒരു സെറ്റിംഗ്സിന്റെ ഒക്കെ ടേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹീപ്പ് സ്ട്രക്ചർ ആണെങ്കിലും ഒറ്റ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ യൂസ് കേസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ്, നമുക്കൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളില് യുണീക്ക് ആയിട്ടുള്ള കോളംസ്, അതായത് വാല്യൂസ് റിപ്പീറ്റ് ചെയ്യാത്ത കോളംസ്, ആ കോളംസ് ആണ് ക്ലസ്റ്റർ കോളം ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കോളം. അതുകൊണ്ടാണ് നമ്മുടെ ടേബിളിലെ പ്രൈമറി കീ കോളത്തിനെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. കാരണം എന്താ, പ്രൈമറി കീ കോളം ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാറില്ല അല്ലെ. പുതിയ റോസ് വരുമ്പോൾ, പുതിയ വാല്യൂസ് വരുമ്പോൾ പുതിയൊരു പ്രൈമറി കീ ആഡ് ചെയ്ത് പുതിയ റോ ആയിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുമല്ല, കാരണം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്ഡേറ്റ് ഓപ്പറേഷനിൽ ഇത് സ്ലോ ആണെന്ന്. അപ്പം ഇതുപോലെ യുണീക്ക് ആയിട്ടുള്ള കോളമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് ക്ലസ്റ്റേർഡ് ഇൻഡെക്സിന്റെ കേസിൽ. ഇനി നമ്മൾ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ നമ്മൾ വേർ കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന കോളംസ്, അതുപോലെ ജോയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോളംസ് ഒക്കെ അല്ലെ, എഗെയിൻ അത് ഫ്രീക്വന്റ്ലി ഫെച്ച് ചെയ്യുന്നതായിരിക്കും ആ ക്വറിയിൽ. പക്ഷെ അത് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കില്ല, അതായത് നോൺ പ്രൈമറി കോളംസ് ആയിരിക്കും. അങ്ങനെയുള്ള കോളംസ് ആണ് നമ്മൾ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഈ രണ്ട് ഇൻഡെക്സ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇനി നമുക്ക് MySQL എങ്ങനെയാണ് ഈ ഒരു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. MySQL ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് ഇതാണ്. അതായത് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കോളം പ്രൈമറി കീ കോളം ആയിട്ട് കൊടുക്കുമല്ലോ, ഓട്ടോമാറ്റിക് ആയിട്ട് MySQL ആ കോളത്തിനെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്തോളും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് മൾട്ടിപ്പിൾ കോളംസ് ഒക്കെ കൊടുക്കണം, അല്ലെങ്കിൽ മാനുവലി പ്രൈമറി കീ കോളം സെറ്റ് ചെയ്യണം. അപ്പം ആ കോളത്തിന്റെ കൂടെ കൊടുക്കാതെ നമുക്ക് കോമ ഇട്ടിട്ട് പ്രൈമറി കീ ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ ഏത് കോളമാണോ കൊടുക്കേണ്ടത് ആ കോളം കൊടുക്കാം. അപ്പോഴും എന്ത് ചെയ്യും, MySQL ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കോളം ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് ഈ ഒരു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്യാന്ന്. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കോളംസ് കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ചെയ്ത പോലെ കോമ ഇട്ടിട്ട് ഏതൊക്കെ കോളംസ് ആണോ നിങ്ങൾക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് ആ കോളം കൊടുക്കുക. അപ്പോഴും ഈ ഒരു മൾട്ടിപ്പിൾ കോളത്തിനെ പ്രൈമറി കീ ആയിട്ടും അതുപോലെ തന്നെ ഇതായിട്ടും, അതായത് ഇൻഡെക്സ് ആയിട്ടും എടുത്തോളും, ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ടും എടുത്തോളും. ഇനി നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യണം. അതായത് നിങ്ങൾ ഇൻസേർട്ട് ക്വറിയും സെലക്ട് ക്വറിയും ഒക്കെ എഴുതുന്ന പോലെ അതിന്റെ സിന്റാക്സ് ഇതാണ്: ക്രിയേറ്റ് ഇൻഡെക്സ് സ്പേസ്, നമ്മൾ ഇൻഡെക്സ് നെയിം കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഒരു നോർമൽ ഫോർമാറ്റ്, ഒരു സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നത് ഇതാണ്, IDX അണ്ടർസ്കോർ. ഇതുമല്ല നമ്മുടെ ടേബിൾ നെയിം അണ്ടർസ്കോർ കോളം നെയിം കൊടുത്താൽ അതായിരിക്കും ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ. അതായത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഈ ടേബിളിന്റെ ഈ കോളം ആണ് ഇവിടെ നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. സോറി കേട്ടോ, ഞാനിവിടെ നോൺ ക്ലസ്റ്റേർഡ് ഹെഡിങ് മാറിപ്പോയതാണ്. ഇത് നോൺ ക്ലസ്റ്റേർഡ് സിന്റാക്സ് ആണ് കേട്ടോ.
ഹെഡിങ് നിങ്ങളൊന്ന് കാര്യമാക്കേണ്ടത് നോൺ ക്ലസ്റ്റേർഡ് ആണ്. ഇനി അഗെയിൻ നമുക്ക് മൾട്ടിപ്പിൾ കോളംസ് നോൺ ക്ലസ്റ്റേർഡ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതിന് നമ്മൾ കോമ ഇട്ട് കൊടുത്താൽ മതി. അതായത് ഒന്നിൽ കൂടുതൽ കോളത്തിനെ നമുക്ക് ഒരുമിച്ച് നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നായിരിക്കും ഡാറ്റ പോയിന്റർ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സ്പെസിഫിക് റോയിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് സിന്റാക്സ്. നമ്മൾ നോൺ ക്ലസ്റ്റേർഡ് ആണ്, മാനുവലി കുറി എഴുതണം. അതിന്റെ സിന്റാക്സ് ക്രിയേറ്റ് ഇൻഡെക്സ് സ്പേസ് ഇൻഡെക്സ് നെയിം ഓൺ ഏത് ടേബിൾ നെയിം ആണോ ആ ടേബിളിന്റെ നെയിമും ഓഫ് ഏത് കോളംസ് ആണോ സെറ്റ് ചെയ്യേണ്ടത് ആ കോളംസും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു കോളോ ഒന്നിൽ കൂടുതൽ കോളംസോ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചിരിക്കും കേട്ടോ. ഫസ്റ്റ് നമുക്ക് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എംപ്ലോയി ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ എംപ്ലോയി ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. ആ കോളത്തിനെയാണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്ന കോളം MySQL ഓട്ടോമാറ്റിക് ആയിട്ട് ആ കോളത്തിനെ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് എടുത്തോളൂ എന്ന്. അപ്പൊ ഇതാണ് ആ ക്വറി. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേബിൾ കാണാം. ഇനി നിങ്ങൾക്ക് ഇൻഡെക്സ് കാണുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടേബിൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളംസും ഇൻഡെക്സും കാണാം. എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൈമറി കീ കോളം കാണാം. അല്ലെങ്കിൽ നമുക്ക് SQL തന്നെ ഒരു നമ്മുടെ സിസ്റ്റത്തിലുള്ള ടേബിളിലുള്ള എല്ലാ ഇൻഡെക്സും കാണാൻ വേണ്ടിയിട്ടുള്ള ക്വറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഷോ സ്പേസ് ഇൻഡെക്സസ് സ്പേസ് ഏത് ടേബിളിൽ നിന്നാണോ എടുക്കുന്നത്, നമ്മൾ സെലക്ട് ക്വറി ഒക്കെ ചെയ്യുന്നത് പോലെ ഫ്രം ആ ടേബിൾ നെയിം കൊടുത്താൽ മതി. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലെ എല്ലാ ഇൻഡെക്സും നമ്മുടെ ടേബിളിലെ എല്ലാ ഇൻഡെക്സിനെയും ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻഡെക്സ് അല്ലേ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് SQL തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ആണ് അത്. ഈ ഒരു പ്രൈമറി കീ കോളത്തിന്റെ മേലെയാണ് കോളം നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇൻഡെക്സ് ടൈപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബി ട്രീ കാണാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ബി ട്രീ സ്ട്രക്ചർ ആണ് ഇവിടെ ഇന്നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഇനി ഞാൻ ഈ എംപ്ലോയി ടേബിൾ എന്ന് ഡ്രോപ്പ് ചെയ്യാണ് കേട്ടോ. ഡ്രോപ്പ് ടേബിൾ സ്പേസ് ടേബിൾ നെയിം കൊടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് കോമ്പോസിറ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് MySQL സെറ്റ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് കോമ്പോസിറ്റ് ക്വറി ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് കോളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ എംപ്ലോയി ഐ ഡിനെയും പ്രൈമറി കീ ആയിട്ട് മാനുവലി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഷോ ഇൻഡെക്സ് ക്വറി ഒന്ന് അഗൈൻ എഴുതുക കേട്ടോ. ഷോ ഇൻഡെക്സസ് ഫ്രം നമ്മുടെ ടേബിൾ നെയിം കൊടുത്തിട്ട് ഏതൊക്കെ ഇൻഡെക്സ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നമുക്ക് നേരത്തെ നമുക്ക് ഒരു റോ അല്ലായിരുന്നു, ഇവിടെ 2 റോ വന്നിട്ടുണ്ട്. 2 കോളംസും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. 2 കോളവും ഒരു കോമ്പോസിറ്റ് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബി ട്രീ തന്നെയാണ് എഗൈൻ ആ ഇൻഡെക്സ് ടൈപ്പ് ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ആയതുകൊണ്ട്. അടുത്തത് നമുക്കൊരു നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഐഡിന്റെയും നെയിമിന്റെയും മേലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഐഡിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ മേലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നെയിമിനെ നമുക്ക് നോൺ ക്ലസ്റ്റേർഡ് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ക്രിയേറ്റ് ഇൻഡെക്സ് സ്പേസ് ഇൻഡെക്സ് നെയിം കൊടുക്കുക. ഞാനിവിടെ IDX_ ടേബിൾ നെയിം എംപ്ലോയീസ് ആയതുകൊണ്ട് അത് അണ്ടർസ്കോർ നെയിം കൊടുത്തിട്ടുണ്ട്. ഫ്രം അതിന്റെ ടേബിൾ നെയിം എംപ്ലോയീസ് ഓഫ് കോളം നെയിം കൊടുക്കുക. നമുക്ക് നെയിം ആണല്ലേ വന്നിരിക്കുന്നത്. എഗെയിൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം ഈ നെയിമിന്റെ മേലെ ഈ നെയിമിന്റെ മേലെ നോൺ ക്ലസ്റ്റർ ഇൻഡെക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കോളത്തിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇൻഡെക്സ് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഇൻഡെക്സ് യൂസ് ചെയ്താൽ മതി. ഡ്രോപ്പ് ഇൻഡെക്സ് നെയിം കൊടുക്കുക. ഫ്രം ഏത് ടേബിൾ നെയിം ആണോ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻ കേസ് നമുക്ക് പിന്നീട് അത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഡെക്സ് എഗെയിൻ നമ്മൾ ഷോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ഡ്രോപ്പ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്